ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. തളർവാദ രോഗിയെ 4 പേർ ചേർന്ന് ക്രിസ്തു സന്നിധിയിലെത്തിക്കുന്നു. അവന് സൗഖ്യം ലഭ്യമാകുന്ന ഈ ഇതിവൃത്തം നമുക്ക് സുപരിചിതം. പ്രിയമുള്ളവരെ, വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം: എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തമ്പുരാൻ പക്ഷവാതക്കാരനോട് ഇപ്രകാരം പറഞ്ഞു: എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. 4 പേരുടെ വിശ്വാസവും അവരുടെ സമർപ്പണവും മൂലം ഒന്നനങ്ങുവാൻ പോലും കഴിയാതെ വണ്ണം സ്തബ്ധനായ ആ തളർവാദ രോഗിയെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ വിശ്വാസം മൂലം തളർവാദ രോഗിക്ക് സൗഖ്യം ലഭ്യമാവുകയും ചെയ്യുന്നു. ഈ നോമ്പുകാലത്ത് നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യവും അപ്രകാരമാണ്. 4 പേർ വിചാരിച്ചപ്പോൾ അവരുടെ കൂട്ടായ്മയിലൂടെ ഒരുവനെ ക്രിസ്തു സന്നിധിയിലേക്ക് എത്തിക്കുവാനും അതുമൂലം സൗഖ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർക്കുവാനും അവർക്ക് കഴിഞ്ഞു. എന്നാണ് പ്രിയമുള്ളവരെ, ആ 4 പേരിൽ ഒരാളാകുവാനോ അല്ലെങ്കിൽ ആ 4 പേരോടൊപ്പം ചേരുവാനോ നമുക്ക് കഴിയുന്നത്. ഒരുവനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അതിൽ നിന്ന് വൻകൃപകൾ അവനും പരിചിതമാകുവാൻ എന്നാണ് നമ്മളിലൂടെ സാധ്യമാകുന്നത്. ഈ നോമ്പുകാലം അതിന് മുഖാന്തരമാകട്ടെ. 4 പേർ ക്രിസ്തുവിലൂടെ അവൻ്റെ സൗഖ്യം കാണുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ ക്രിസ്തു അവനെ പരീക്ഷിക്കുവാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്ത വാക്യമാണ് മുൻപേ പറഞ്ഞത്: മനുഷ്യപുത്രൻ്റെ അധികാരം. ഒരുവൻ്റെ പാപത്തെ മോചിക്കുവാൻ അധികാരമുള്ളവൻ സൗഖ്യം മാത്രമല്ല, അവൻ ആശ്രയിച്ചിരുന്ന കട്ടിലുമെടുത്തുകൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകുവാനുള്ള അവസരവും ദൈവം നൽകുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനിൽ അസാധ്യമായി ഒന്നുമില്ല. വിശ്വാസം അത് പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മുൻ വിചാരങ്ങൾക്ക് ഒരു വീണ്ടുവിചാരമുണ്ടാകുവാനും പൈതൃകം കൊണ്ട് സുഹൃത്തുമുണ്ടാകുവാനും ഈ നോമ്പ് കാലത്തിൽ നമുക്ക് സാധ്യമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.